നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഭരണഘടനാ ഭേദഗതി ബില്ല് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. പ്രധാന പ്രതിപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ത്യ മുന്നണി സഖ്യത്തിലുള്ള എല്ലാ പാർട്ടികളുടെയും ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഉണ്ടായത്. പേപ്പറുകൾ വലിച്ചെറിഞ്ഞ് അമിത്ഷായ്ക്ക് നേരെ പേപ്പറുകൾ വലിച്ചെറിഞ്ഞ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടു. KC വേണുഗോപാൽ, മനീഷ് തിവാരി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളൊക്കെയാണ് പാർലമെന്റിൽ സംസാരിച്ചത്. ഇവരൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭരണഘടനാ വിരുദ്ധമായ തലങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. മാത്രമല്ല, ഇത് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ് എന്നാണ് KC വേണുഗോപാൽ അടക്കം പറയുന്നത്. ഈ ബില്ലിലെ പ്രധാനപ്പെട്ട സാധ്യത, അതായത് പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രിമാർ, ജനപ്രതിനിധികളൊക്കെ തന്നെ അഴിമതി കേസുകളിലോ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങൾ പെടുന്ന കേസുകളിൽപ്പെട്ട് 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് 30 ദിവസം റിമാൻഡിൽ കഴിഞ്ഞാൽ, ജയിലിൽ കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം, മന്ത്രി പദവി പോകുന്ന ഒരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രി മുതൽ നമ്മുടെ മുഖ്യമന്ത്രിമാർക്ക് വരെ ഈ നിയമം ബാധകമാണ് എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ രാഷ്ട്രപതി ശുപാർശ ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ മന്ത്രിമാരുടെ സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെയൊക്കെ സ്ഥാനം നഷ്ടപ്പെടുന്ന ആ രീതിയിലായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ ആ നിയമം, ആ തരത്തിലുള്ള നിയമം മാറി പുതിയ നിയമത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തും. ഒറ്റനോട്ടത്തിൽ ഇതിനെ എതിർക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിനാണ് എതിർക്കുന്നതെന്ന് നമുക്ക് തോന്നാം. അത്തരത്തിലുള്ള ഒരു ബില്ല് അഴിമതിക്കാരായ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിമിനൽ ആളുകളെ നമ്മുടെ ജനപ്രതിനിധികളായി, മന്ത്രിമാരായി എന്തിനാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെന്ന ചോദ്യം ഉയരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്തിനാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്, അതല്ലെങ്കിൽ എതിർക്കുന്നത് എന്ന ചോദ്യം ഉയർന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്ന ചില വിമർശനങ്ങളുണ്ട്. അതുകൂടി നമ്മൾ കണ്ടില്ലെന്ന് വയ്ക്കാൻ സാധിക്കില്ല. പ്രതിപക്ഷം പറയുന്നത് ED പോലുള്ള അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ മന്ത്രിമാരെ, അത്തരത്തിൽ മുഖ്യമന്ത്രിമാരെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കി പീഡിപ്പിക്കാറുണ്ട്, ജയിലിലടയ്ക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 ദിവസം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മന്ത്രിമാരുടെയൊക്കെ സ്ഥാനം പോവും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള വാദങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ വാദങ്ങളെയും പിന്തുണച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആളുകൾ ഈ ബില്ലിലെ അനുകൂല പ്രതികൂല പ്രതികരണങ്ങളിൽ വരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അത്തരത്തിൽ ബില്ല് പാർലമെന്റിലും രാജ്യസഭയിലും പാസ്സാകുമോ എന്ന് കണ്ടറിയണം. കാരണം നിലവിലെ അംഗബലം പരിശോധിച്ചാൽ NDAക്ക്, BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒറ്റയ്ക്ക് ഈ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള അംഗബലമില്ല. മറ്റ് പ്രതിപക്ഷത്തിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ തങ്ങളോടൊപ്പമുള്ള പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലൊരു വിജയം ഈ ബില്ലിൽ എന്തായാലും കേന്ദ്ര സർക്കാരിന് ഉണ്ടാവുകയുള്ളൂ.